ഇപ്പോൾ സ്വിറ്റ്സർലാൻഡിൽ പഠിക്കുന്നവരാണെങ്കിലും ഫ്രാൻസിൽ പഠിക്കുന്ന ആളാണെങ്കിലും ജർമ്മനിയിൽ പഠിക്കുന്ന MBBS ആണെങ്കിലും ബൾഗേറിയയിൽ പഠിക്കുന്ന MBBS ആണെങ്കിലും പഠിച്ച് കഴിഞ്ഞിട്ട് കിട്ടുന്ന വാല്യൂ സെയിം അല്ല. അതായത് യൂറോപ്യൻ യൂണിയന്റെ എവിടെയും വർക്ക് ചെയ്യാമെന്നുള്ളതാണ്. 27 രാജ്യങ്ങളിൽ എവിടെയും നമുക്ക് എന്ത് ചെയ്യാം, പോയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഓരോന്നിന്റെ ലാംഗ്വേജ് എക്സാം ഉണ്ടാവും, ലാംഗ്വേജ് എക്സാം ക്ലിയർ ചെയ്ത് നമുക്ക് പോയി വർക്ക് ചെയ്യാം. അവിടെ ഈ ക്ലിനിക്കൽ സ്പെക്ട്രം നല്ലപോലെ ഹെൽപ്പ് ചെയ്യില്ല. അതായത് ഓൾമോസ്റ്റ് സെയിം ഡിസീസ് സ്പെക്ട്രം ആയിരിക്കും യൂറോപ്പല്ല. അതിപ്പോൾ ജോർജിയയും ഓൾമോസ്റ്റ് ഇപ്പോൾ മോൾഡോവ ഒക്കെ ആണെങ്കിൽ ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഡിസീസ് സ്പെക്ട്രം സെയിം ആണ് എന്നുള്ളൊരു ബെനിഫിറ്റ് ഉണ്ട്. ഡിസീസ് സ്പെക്ട്രം എന്ന് പറയുമ്പോൾ അതായത് ഓൾമോസ്റ്റ് അവിടെ ഉള്ള ഡിസീസുകൾ ഇപ്പം ഇന്ത്യയിലുള്ളതാണ് മലേറിയ, ഡെങ്കു ഇതുപോലുള്ള ടോപ്പിക്കൽ ഡിസീസുകൾ. ഈ ഡിസീസുകൾ മറ്റുള്ള പല രാജ്യങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ വ്യത്യാസമുണ്ട്. അതായത് മെഡിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ രാജ്യത്തിനും വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ രാജ്യങ്ങൾ ഒരു കോമൺ സ്ട്രക്ചറിലുകൊണ്ട് അവിടെ പഠിക്കുന്നുണ്ട്, ആ രാജ്യങ്ങളിലേക്ക് വർക്ക് ചെയ്യാൻ ബെനിഫിറ്റ് ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ് യൂറോപ്പിൽ സെറ്റിൽ ആവാൻ പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ബൾഗേറിയയിൽ നിന്ന് ഇവിടുന്ന് പഠിച്ച ഒരു സ്റ്റുഡൻറ്റ് യൂറോപ്യൻ ഡെവലപ്ഡ് കൺട്രി സെറ്റിൽ ആവുകയാണെങ്കിൽ പ്രയോറിറ്റി ആർക്കായിരിക്കും? കൂടുതൽ അഡാപ്റ്റ് ചെയ്യാൻ ഈസി ആർക്കായിരിക്കും? ഈസി ഓഫ് കോഴ്സ് യൂറോപ്പിൽ പഠിച്ച ആൾക്കാർക്കല്ല. കാരണം സെയിം കൾച്ചറിൽ അവർ വളർന്നു, ആ സാധനം കണ്ട്. ഇപ്പം ബൾഗേറിയ പഠിച്ച കുട്ടികൾ മറ്റ് യൂറോപ്യൻ കൺട്രിയിൽ പോകേണ്ട ബൾഗേറിയ തന്നെ വർക്ക് ചെയ്യാമായിരിക്കും. ബൾഗേറിയൻ ലാംഗ്വേജ് അറിയാമെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 1.1 lakh to 1.5 lakh സാലറിയിൽ ബൾഗേറിയ തന്നെ വർക്ക് ചെയ്യാം. ഇന്ത്യയിൽ നമുക്കിപ്പം MBBS കഴിഞ്ഞ ഡോക്ടേഴ്സ് 50,000 ഒക്കെയാണ് കിട്ടുന്നത്. 50,000 to 70,000 ആണ്. അവിടെ 1 lakh to 1.5 lakh കിട്ടുന്നുണ്ടെങ്കിൽ ഫാർ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനാണ് അവിടെ തന്നെ. നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും ഒരു 40 വരുന്നുള്ളൂ പഠിക്കുന്നത്. അതെ അതെ അതെ. പിന്നെ അവരുടെ ആക്ച്വലി ആ റെസ്യൂമിങ് സ്ട്രോങ് അല്ലേ?